ആദ്യമേ താഴത്തു നിന്ന് മുകളിലേക്ക്, അതായത് 2.5 മീറ്റർ തുണിയാണിത്. ഈ 2.5 മീറ്റർ തുണിയെ നമ്മൾ നീളത്തെ സമമായിട്ട് രണ്ടായിട്ട് മടക്കി. നീളത്തെ സമമായി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ ബോട്ടം ലൂസിൻ്റെ, അതായത് താഴെ നമുക്ക് എത്ര ഫ്ലെയർ വേണോ ആ ഫ്ലെയറിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കി വേണം നമ്മൾ തുണി 4ആയിട്ട് മടക്കാൻ. അപ്പോൾ നമുക്കിവിടെ വേണ്ട ഫ്ലെയർ എന്ന് പറയുന്നത് 22ആണ്. ആ 22ൻ്റെ പകുതി 11, 1 ഇഞ്ച് സ്ലിറ്റ് മടക്കിയടിക്കാനും കൂടെ ചേർത്ത് 12 ഇഞ്ച് കണക്കാക്കിയാണ് നമ്മളിപ്പോൾ ഈ തുണിയെ മടക്കിയിട്ടിരിക്കുന്നത്. അതിനുശേഷം താഴത്ത് നിന്ന് മുകളിലേക്ക് ഇറക്കം നമുക്ക് വന്നത് 43ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 45 ഇഞ്ച് ഇറക്കം എടുക്കും. ഈ ഇറക്കം മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ കറക്റ്റ് ചെസ്റ്റ് അളവിൻ്റെ കൂടെ 10 ഇഞ്ച് ലൂസ് കൂട്ടി അതിൻ്റെ 4/1 മാർക്ക് ചെയ്യും. അതായത് 34ആണ് നമ്മുടെ ചെസ്റ്റ് അളവെങ്കിൽ അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടുമ്പോൾ 44, അതിൻ്റെ 4/1 11 ഇഞ്ച്. ആ 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗത്തേക്ക് തന്നെ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്തു. ഷോൾഡർ 14 ആയിരുന്നു. 14-ൽ നിന്ന് ബാക്ക് കഴുത്ത് 6 ഇഞ്ച് ഇറക്കുന്നത് കൊണ്ട് നമ്മൾ 2 ഇഞ്ച് ഷോൾഡർ കുറച്ചു. അപ്പോൾ 12, അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ ഷോൾഡറായിട്ട് മാർക്ക് ചെയ്തത് 6 ഇഞ്ച്. അവിടെ നിന്ന് താഴത്തോട്ട് കൈക്കുഴി മാർക്ക് ചെയ്തു. കൈക്കുഴി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ചെസ്റ്റിൻ്റെ 6/1 കൈക്കുഴി. ആ 6/1 എന്ന് പറയുമ്പോൾ 5.5 ഒരു പോയിന്റും വരും. അതാണ് നമ്മളിവിടെ കൈക്കുഴിയായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ കൈക്കുഴി ലെവൽ ചെയ്തതിന് ശേഷം കൈക്കുഴി മാർക്ക് ചെയ്ത വശത്ത് മുകളിലെടുത്ത 11 ഇഞ്ച് വണ്ണം തന്നെ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്ത് സ്ക്വയറായിട്ട് വരച്ചതിന് ശേഷം കൈക്കുഴി ഷേപ്പ് ചെയ്യുക. കൈക്കുഴി ഷേപ്പ് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് തോളിൽ ചരിച്ചടിക്കാൻ വിട്ടിട്ട് ബാലൻസ് കൈക്കുഴി, അതായത് ആം റൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക. ആം റൗണ്ട് നമുക്ക് വന്നത് 15ആണ്. 1/2 ഇഞ്ച് കൂട്ടി അതിൻ്റെ പകുതി 7.5, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ടോ എന്ന് നോക്കി. ഇത്രയും മനസ്സിലായോ? അതിനുശേഷം ഷോൾഡറിൽ നിന്നും താഴത്തോട്ട് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തു. വേസ്റ്റ് ലെങ്ത് 14ആണ്. ഈ 14 വരുന്ന ഭാഗത്ത് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുക. വേസ്റ്റ് റൗണ്ട് എത്രയായിരുന്നു എന്ന് 29 അല്ലേ? 29നെ നമ്മൾ 30 ആക്കി. 30ൻ്റെ കൂടെ എത്ര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി? 10 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി. അതിൻ്റെ 4/1 നമ്മളിവിടെ അടയാളപ്പെടുത്തിയത് 10 ഇഞ്ച്. അതിനുശേഷം ഹിപ്പ് ലെങ്ത്, അതായത് സ്ലിറ്റ് ലെങ്ത് 21 ഇഞ്ച് അടയാളപ്പെടുത്തി. അവിടെ നമ്മൾ ഏത് വണ്ണമാണ് എടുക്കുന്നത്? ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്തു 12. ആ 12ലേക്ക് നമ്മൾ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഷേപ്പിലേക്ക്, വേസ്റ്റിലേക്ക് വന്ന് അവിടെ നിന്ന് ഹിപ്പിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തു. മനസ്സിലായോ? ഇനി കഴുത്തകലവും കഴുത്തിറക്കവും നമ്മൾ സ്റ്റിപ്പ് വെട്ടുന്നത് കൊണ്ട് ഇതിൽ വെറുതെ മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. കഴുത്തകലം 2.25, കഴുത്തിറക്കം ഫ്രണ്ട് 6.5, ബാക്ക് 6. നമ്മൾ സ്റ്റിപ്പിലാണ് കഴുത്ത് വെട്ടുന്നതെങ്കിൽ 3 ഇഞ്ച് കഴുത്തകലം ഉണ്ടെങ്കിൽ 3 ഇഞ്ച് തന്നെ എടുക്കണം. അതേസമയം നമ്മൾ തുണിയിലാണ് കഴുത്ത് വെട്ടുന്നത്, തുണി വെച്ചാണ് നമ്മൾ അടിച്ചു മറിക്കുന്നതെങ്കിൽ 4 ഇഞ്ച് കുറച്ചേ എപ്പോഴും എടുക്കാവൂ. 3 ഇഞ്ചാണ് നമുക്ക് കഴുത്തകലം വേണ്ടതെങ്കിൽ 2.25 എടുത്ത് അടിച്ചു മറിക്കുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. മനസ്സിലായോ? അതിനുശേഷം ബാക്കിൽ ചിലർക്ക് ലൂസ് ചെസ്റ്റ് വരുമ്പോൾ ഫ്രണ്ടിൽ വൃത്തികേടുണ്ടാവത്തില്ല. ബാക്കിൽ നമ്മുടെ മുതുകിൻ്റെ ഭാഗത്ത് വന്ന് ചിലർക്ക് ലൂസായിട്ട് കിടക്കും ചുരിദാർ തയ്ക്കണം. ആ ലൂസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബാക്കിലൊരു ടക്ക് ഇടുക. അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്നും മടക്കുൾപ്പെടെ, അതായത് മടക്ക് വശം കഴുത്ത് മാർക്ക് ചെയ്ത വശത്ത് നിന്ന് ഉള്ളിലേക്ക് 4 ഇഞ്ച് മാറ്റി 11 ഇഞ്ച് താഴ്ത്തി 8 ഇഞ്ച് നീളത്തിൽ ഒരു ടക്ക് ബാക്കിലേക്ക്. മനസ്സിലായോ? ഓക്കെ, വെട്ടാം. 17.5 ഹാഫ് ഷോൾഡർ പ്ലസ് 2 12 14. 17.5 ആവുമ്പോൾ എത്ര ഇഞ്ച് താഴ്ത്തണം? അപ്പോൾ 4 ഇഞ്ച്. ചുരുക്ക് വേണോ കൈക്ക്? വേണ്ട. എനിക്ക് കൈക്ക് വണ്ണമുള്ളത് ചുരുക്കിട്ട് വീണ്ടും കൈക്ക് വണ്ണം തോന്നുന്നുണ്ട്. ശരിക്കും വേണ്ടി വണ്ണം ഫീൽ ചെയ്യും. സ്ലീവ് ലൂസ് 9. കുഞ്ഞു ചുരുക്ക് രശ്മി മിസ് ഇട്ടിരിക്കുന്നു 9. അപ്പോൾ 4.5
1. 11.5 ആംബ്ലൂണ്ട് 15. പതിനൊന്നല്ലേ ഇത്? 11അല്ലേ? 15. അപ്പോൾ ആംബ്ലൂണ്ട് വരുമ്പോൾ 7.5 മതി. 7.5. 8 മതി. ബാക്കി തയ്യലുണ്ട്. ആ ഒരാൾ കൂടെ തുണി എടുത്തുകൊണ്ട് പോവാം. ഒന്നുകൂടെ വെട്ടി കാണിക്കാം. ഇനി വീഡിയോ എല്ലാം മാറ്റി